കിടക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ആയിരുന്നു അത്. അപ്പോൾ അതിൻ്റെ തെർമോസ്റ്റാറ്റ് കണക്ഷൻസും കാര്യങ്ങളുമാണ് ഈ വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഏത് തെർമോസ്റ്റാറ്റാണ് ഉപയോഗിച്ചത്, അപ്പോൾ ഞാൻ ഹ്യൂമിഡിറ്റിയും അതുപോലത്തെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ഒരു തെർമോസ്റ്റാറ്റാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ആണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് വീഡിയോട്ട് പോകാം. ഇതിൽ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റിയും കൺട്രോൾ ചെയ്യാം. ഈ ഒരു രൂപത്തിലാണ് ഈ തെർമോസ്റ്റാറ്റ് വർക്ക് ചെയ്യുന്നത്. ഇത് പല മോഡലിലും നമുക്ക് തെർമോസ്റ്റാറ്റ് വാങ്ങാൻ കിട്ടും. പക്ഷെ കുറഞ്ഞ വിലയുള്ളത് വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡയഗ്രാം. ഇതിലെ കണക്ഷൻസ് എങ്ങനെ കൊടുക്കണമെന്ന് ഇതില്ലാത്തതുകൊണ്ട് ഇതാണ് നമ്മളെ പവർ സപ്ലൈ 1 2 പവർ സപ്ലൈ, അതുപോലെ തന്നെ 3 4 5 എന്നുള്ളത് നമ്മൾ ഹ്യൂമിഡിറ്റി സെൻസർ. ഇതിൻ്റെ അകത്തേക്ക് പോകുന്ന ഒരു സെൻസർ ഉണ്ട്, ഒരു നോബ്, അത് നമ്മൾ ഇതിലാണ് കണക്ട് ചെയ്യുക. ഈ ഒരു 3 4 5 പോർട്ടിലാണ് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ 6 7 പോർട്ടിലാണ് നമ്മൾ ഹ്യൂമിഡിറ്റിന്റെ സ്വിച്ച് വെക്കുന്നത്. കാരണം ഹ്യൂമിഡിറ്റി സ്വിച്ച് വരുന്നത് നമുക്ക് ഫാനാണ് നമുക്ക് ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഫാനിന്റെ ഇത് വയറാണ് നമ്മൾ ഈ RH എന്ന് പറഞ്ഞ ഹ്യൂമിഡിറ്റിയിൽ കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ സെൽഷ്യസിൽ വരുന്നത് നമുക്ക് ബൾബിന്റെ ഇതിലാണ് സെൽഷ്യസിൽ വരിക. നമ്മുടെ ഹീറ്റ് ചെയ്യാൻ എന്താണോ, ഹീറ്റ് ചെയ്യാൻ ബൾബെങ്കിൽ ബൾബ്, അല്ലെങ്കിൽ ഹീറ്റർ എങ്കിൽ ഹീറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ ആണ് ഈ ഒരു ഓപ്ഷൻ. ഈ 10 ആമ്പിയർ 220 വോൾട്ട് AC എങ്ങനെയാണ്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ഇതിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഓപ്ഷനാണ് ഈ കാണുന്നത്. ഈ RH നമ്മൾ ഫാൻ കൊടുക്കുക. ഫാന് ആണല്ല നമ്മൾ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യുക. കാരണം ഇതിന്റെ അടിയിൽ നമ്മൾ വെള്ളം വെക്കും. വെള്ളം വെച്ചിട്ട് അതിന്റെ അടുത്ത് ഫാൻ ആക്കി കൊടുക്കുക. അപ്പൊ ഫാൻ കറങ്ങുമ്പോൾ നമുക്ക് ഹ്യൂമിഡിറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള ഇതാണ്. അപ്പോൾ അതിന് റിലേ ഉണ്ട്. ഈ ഒരു പോർഷനാണ് ഇത്. അതുപോലെ തന്നെ ഇത് ടെമ്പറേച്ചറാണ്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു തെർമോസ്റ്റാറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന്റെ വൈഭാഗത്തെ അതിന്റെ കണക്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഇതാണ് ഈ പവർ കൊടുക്കുന്നത്. അതിന്റെ പുറത്ത് നോബിന്റെ അകത്തേക്ക് സെൻസ് ചെയ്യാനുള്ള ഒരു നോബുണ്ട്. ഇത് ഹ്യൂമിഡിറ്റിന്റെ ഇത് നമ്മളെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുണ്ട്. ഓക്കെ, ഇതാണ്. അപ്പോൾ നിങ്ങളൊരു തെർമോസ്റ്റാറ്റ് വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം വിലയുള്ളത് വാങ്ങുക. പക്ഷെ കുറഞ്ഞ വിലയുടെ വാങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാനുണ്ടെങ്കിൽ എല്ലാം നല്ലതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തെർമോസ്റ്റാറ്റ് നിങ്ങൾ വാങ്ങിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്ത തെർമോസ്റ്റാറ്റ്. അപ്പോൾ ഇത് പല മോഡലിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്ത തെർമോസ്റ്റാറ്റിന്റെ കണക്ഷൻസ് ആണ് ഞാൻ അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നേരിട്ട് 230 വോൾട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ പല മോഡൽ ഇറങ്ങുന്നുണ്ട്. 12 വോൾട്ട് ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ പല മോഡൽ ഉള്ളതുണ്ട്. അപ്പോൾ അതിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് അഡാപ്റ്ററിന്റെ അതുപോലെ തന്നെ ഒരു ട്രാൻസ്ഫോമറിന്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നേരിട്ട് തന്നെ നമുക്ക് 230 വോൾട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് 3 4 5 ആണ് ഇതിൽ വരുന്നത്, നോബിന്റെ കണക്ഷൻസ് വരുന്നത്. കാരണം ഇതിന്റെ അകത്തേക്കുള്ള ഈ സെൻസറിന്റെ കണക്ഷൻസ് ആണ് ഈ 3 4 5 വരുന്നത്. ഹ്യൂമിഡിറ്റിയും അതുപോലെ തന്നെ ടെമ്പറേച്ചറും കൺട്രോൾ ചെയ്യാൻ സെൻസർ നമ്മൾ ഇൻക്യുബേറ്ററിന്റെ അകത്ത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ കണക്ഷൻസ് ആണ് ഇത് വരുന്നത്. 6 7 ആണ് നമ്മൾ ഹ്യൂമിഡിറ്റിൻ്റെ, 8 9 ആണ് ടെമ്പറേച്ചറിന്റെ വരുന്നത്. അപ്പോൾ നമുക്ക് ഫേസ് നേരിട്ട് തന്നെ 6ലേക്ക് കൊടുക്കുക, 6 8ലേക്ക് കൊടുക്കുക. അപ്പോൾ ഈ 6 7 വരുന്നത് ഒരു സ്വിച്ചിങ് ആണ്, 8 9 വരുന്നത് ഒരു സ്വിച്ചിങ് ആണ്. അപ്പോൾ ഈ 6 7 8 9 ആണ് നമ്മളെ ഒരു ഔട്ട്പുട്ട് തരുന്നത്. അപ്പോൾ ഈ 6ലേക്കാണ് നമ്മൾ ഫേസ് ഇറക്കി. അതുപോലെ തന്നെ 7 ആണ് നമുക്കൊരു ഔട്ട്പുട്ട് തരേണ്ടത്. അപ്പോൾ 7 നമ്മൾ നേരിട്ട് ഫാനിലേക്ക് കണക്ഷൻ കൊടുത്തു. അതുപോലെ തന്നെ ന്യൂട്രൽ നമ്മൾ എന്ത് ചെയ്യണം, കോമൺ ആയതുകൊണ്ട് നേരിട്ട് തന്നെ ഫാനിലേക്ക് ന്യൂട്രൽ കണക്ഷൻ കൊടുക്കുക. അപ്പോൾ ഇത് ഫാനാണ്, നമ്മൾ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യേണ്ട ഫാനാണ് ഇത് കണക്ഷൻ ചെയ്യുന്നത്. ഇനി ഉള്ളത് ഹീറ്റർ അല്ലെങ്കിൽ ബൾബ്, നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ളത്. അപ്പോൾ അത് നമ്മൾ ഈ 8ലേക്ക് നമ്മൾ ഫേസ് ഓൾറെഡി ഇറക്കി വെച്ചു. അപ്പോൾ അതിൻ്റെ ഔട്ടിൽ വരുന്നത് 9ാമത്തേതാണ്. അപ്പോൾ 9ാമത്തെ കണക്ഷൻ നമ്മൾ നേരിട്ട് ഹീറ്ററിലേക്ക് അല്ലെങ്കിൽ ബൾബിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുക.
പിന്നെ വരുന്നത് ബാക്കിയുള്ള കണക്ഷനാണ്. നമ്മൾ നേരിട്ട് ന്യൂട്രൽ നേരിട്ട് തന്നെ കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ കണക്ഷൻസ് വരിക. അപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല തെർമോസ്റ്റാറ്റ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ പല കണക്ഷൻസ് ആയിരിക്കും വരിക. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത തെർമോസ്റ്റാറ്റ് ഏകദേശം ഇങ്ങനെയാണ് കണക്ഷൻസ് വന്നത്. ഇതാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.